നോർമലി റൗണ്ട് കേക്കിൻ്റെ ഹൈറ്റ് ഉണ്ടാവില്ല സ്ക്വയർ കേക്ക് ബേക്ക് ചെയ്താൽ എന്ന് ചില ആൾക്കാരുടെ ഡൗട്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നല്ല, നമ്മൾ എടുക്കുന്ന എഗ്ഗിൻ്റെ സൈസും നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും നമ്മുടെ ഇൻഗ്രീഡിയൻസും പോലെ ഇരിക്കും കേട്ടോ. ഹൈറ്റിലൊരു ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു എഡ്ജും കോർണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പൊട്ടിക്കുന്ന ചില സമയത്ത് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ സൈസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസം, നമ്മൾ ബീറ്റിങ്ങിൻ്റെ ടൈം, ഇതൊക്കെയാണ്. കേക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റിലുള്ള സ്പഞ്ച് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 kg നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. നമ്മൾ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഫില്ലിങ്സ് പ്രലൈനും ബട്ടർ സ്കോച്ചിൻ്റെ സോസും ഇതൊക്കെയാണ് കേട്ടോ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം പ്രലൈന് നമ്മൾ കാഷ്യൂസും ബദാംസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിച്ച് ആൻഡ് പ്രീമിയം സ്റ്റൈലിലാണ് കേട്ടോ നമ്മുടെ കേക്ക്സ് പലതും പോകാറുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് കസ്റ്റമർ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് വൈറ്റിലാണ് സെക്കൻഡ് ഐസിങ് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി പണി കൂടുതലാണ്. നമ്മൾ റൗണ്ട് കേക്ക് പോലെയല്ല, സ്ക്വയർ അതൊന്ന് ഷേപ്പ് ചെയ്ത് ആ എഡ്ജും കോർണറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നീറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈമും സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ നമുക്ക് ഈ ഒരു സ്ക്വയർ കേക്ക് ചെയ്യുന്ന സമയത്ത് അധികം ബേക്കേഴ്സും പെട്ടെന്ന് തന്നെ റൗണ്ട് കേക്കിനാണ് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ഞാനും കേട്ടോ. മാക്സിമം റൗണ്ടിലാണ് പറയുക. കാരണം നമുക്ക് ടൈം കൺസ്യൂം ആവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ, ഹാർട്ട് ഷേപ്പ്, അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. കുറച്ചധികം ക്രീമും നമുക്ക് എഡ്ജസിലൊക്കെ സെറ്റ് ചെയ്യേണ്ടിയും വരും. അപ്പം ചില ആൾക്കാർ ഇതിന് എത്ര എക്സ്ട്രാ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. 50-100 ഒക്കെ ചില ആൾക്കാർ വാങ്ങാറുണ്ട്. പല കേക്ക്സിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ ടിപ്സും ട്രിക്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറയാറുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പല ടിപ്സും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്സും പറയാൻ മറക്കരുത്. ലൈക്കും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ഐറ്റംസ് നമ്മൾ അതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രേപ്പർ വെച്ചിട്ടുള്ള ലൈൻസ് ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണ്ടന്റിൽ നമ്മൾ പേര് എഴുതുന്ന സമയത്ത് നല്ല പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ലെറ്റേഴ്സ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ ഷെയ്ഡിങ്സ് കൊടുക്കുക. ചില സൈഡിൽ ലൈറ്റായിട്ടും ചില ഷെയ്ഡിൽ ഡാർക്കായിട്ടും അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഷെയ്ഡിങ്സ് വരുമ്പോഴാണ് എഴുത്തിന് കുറച്ചും കൂടെ ഭംഗിയും ആ ഒരു എലിഗൻ ലുക്കും വരുന്നത്. പിന്നെ നമ്മൾ ഫോണ്ടന്റിൽ മാത്രം ചെയ്യുന്നതല്ല, നമുക്ക് സ്റ്റാമ്പ് ടൈപ്പിലുള്ള പല ഐറ്റംസ് വെച്ചിട്ടും പേരും കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. പല കേക്ക്സിലും സ്റ്റാമ്പ് ടൈപ്സിലുള്ളത് ജോയിനിങ് ആവില്ല. ചില ഇതിൽ നമുക്ക് പേര് എഴുതുന്നത് കറക്റ്റ് ഒരു ഭംഗി കാണിക്കില്ല. അപ്പോൾ ഏതാണോ കേക്കിൻ്റെ ഡിസൈൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ചിലത് സ്റ്റാമ്പ്സ് ഓരോ ലെറ്റേഴ്സ് എടുത്ത് വെക്കുന്ന രീതിയിൽ പേര് എഴുതുന്നുണ്ട്. അത് ഒരുപാട് കേക്ക്സിൽ അങ്ങനെ എല്ലാ കേക്ക്സിലും നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം സ്പേസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കേക്കിൽ വെക്കാൻ പറ്റൂ. പിന്നെ നമ്മൾ ബേസിലാണ് പിന്നെ വെക്കുന്നത്. അപ്പോൾ ബേസിലും അധികം സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പീസസിലായിട്ട് എഴുതിയിട്ട് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഭംഗി വരും. അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റഡ് ബ്രഷ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ എഡിബിൾ ആയിട്ടുള്ള പെന്ന് കിട്ടും, ആ പെന്ന് വെച്ചിട്ടും എഴുതാം. അപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് ഹാർഡാക്കിയതിന് ശേഷം മാത്രം എഴുതാം. ഇതാകുമ്പോൾ നമുക്ക് ഹാർഡാക്കിയോ ചൂടാക്കിയോ ഒന്നും വേണ്ട. നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ പെന്ന് വെച്ചിട്ട് എഴുതുമ്പോൾ ഒന്ന് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ കോൺഫ്ലവറും കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എഡിബിൾ പെന്ന് വെച്ചിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒരു ഷേപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് കേക്കിലേക്ക് വെക്കുന്നത്. പിന്നെ കേക്കിലേക്ക് വെക്കുന്നതിന് മുൻപ് നമുക്ക് ഏത് രീതിയിലാണ് വളച്ചിട്ടാണോ തിരിച്ചിട്ടാണോ എന്നുള്ളത് അത് ഡ്രൈ ആക്കുന്നതിന് മുൻപ് തന്നെ, ഡ്രൈ ആവുന്നതിന് മുൻപ് നമ്മളത് കർവിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ എഴുതിയത് സ്മഡ്ജ് ആവാതെ സ്പ്രെഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഡാമേജോ സ്പ്രെഡ് ആവുകയോ അങ്ങനത്തെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഓഫ് വൈറ്റ് കളർ കൊടുത്ത് അതിന് ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പർപ്പിൾ, ലാവൻഡർ അങ്ങനെ പല ഷെയ്ഡ്സും കേക്കിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിങ്ക് അതൊക്കെ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു ഫ്ലവേഴ്സും പിന്നെ ലൈറ്റ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കേക്കിന് യൂസ് ചെയ്തിട്ടുള്ള അതേ ക്രീമും യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർ നോസിലും ഷെൽ നോസിലും ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഷെൽ നോസിൽ കുറച്ച് വലിപ്പമുള്ള
ഇതുപോലെയുള്ള ടൈപ്പാണ് കേട്ടോ. ഷെൽ നോസിൽ പല സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ S3 ആ ഒരു ഷേപ്പിൽ ഫ്ലവേഴ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സ്പേസിനനുസരിച്ച് 2 3 ചൊറയൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലത് S ടൈപ്പിലും ചിലത് 3 ടൈപ്പിൽ, അങ്ങനെ സ്പേസിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു കോർണറിൽ കൊടുത്തു, പിന്നെ ബാക്കി സെൻറ്ററിൽ കൊടുത്തു, പിന്നെ വീണ്ടും ഞാൻ ആ ഫ്ലവേഴ്സ് തന്നെ സൈഡിലും ഒക്കെ ആയിട്ട് ചെറിയതായിട്ട്, എല്ലാം വലിയ വലിയ ഫ്ലവേഴ്സ് അല്ലാതെ ചെറുതൊക്കെ ആയിട്ട് കൊടുത്തു. പല വീഡിയോസിലും പല കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമുക്ക് കേക്കിൻ്റെ A to Z ഡൗട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്ലോപ്പ് പറ്റാതിരിക്കാൻ, നമുക്ക് സംശയങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒരുപാട് യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് വീഡിയോസ് കണ്ട് അതുപോലെ ചെയ്യാൻ പറ്റി, എന്നിട്ട് അത് അത്യാവശ്യം അവർക്ക് കേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാഷാല്ലാ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഒരുപാട് റെസിപ്പീസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വേണ്ടവർ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒരുപാട് ടിപ്സും ട്രിക്സും കുറേ ഹാക്കിങ്സും ഒക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ കാണാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ ആ ഒരു ഷെൽ നോസിൽ ഒരു 3-4 ഡോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ആ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ക്രീമിന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ഡിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് പേൾസ് ഡോട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു പേൾസ് പോലെ ആയിട്ട് ഡോട്ട്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നോസിലും കാര്യങ്ങളും വർക്കും വരുന്ന സമയത്ത് ആ ഒരു സ്പേസ് നമ്മുടെ ബേസിന് ഇല്ലാതെ ഭംഗി കേടാണ്. അതുകൊണ്ട് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് അട്രാക്റ്റീവ് കൊടുക്കാതെ കുഞ്ഞു പേൾസ്, ആ ഒരു ഓഫ് വൈറ്റിന് ആ ഒരു കളറ് ഡാർക്ക് കളറ് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു പേൾസ് ഡിസൈൻസ് വരുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഒരുപാട് ടൈം ഞാനത് നീട്ടി വലിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ 4 കോർണറിൽ നമ്മൾ ആ ഒരു ഡോട്ട്സ് കൊടുത്തു. പിന്നെ അത് കേക്കിൻ്റെ മുകളിൽ ആണ് നമ്മൾ ഈ ഒരു പേര് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ കേക്കിലേക്ക് ചില കേക്ക്സിലേക്ക് ഷുഗർ ബീഡ്സ് അത് മാച്ചിങ് ആവില്ല. ചില കേക്കിലേക്ക് ഷുഗർ ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട്. അപ്പം ഞാനിവിടെ വൈറ്റ് ഷുഗർ ബീഡ്സ് ഒരു മീഡിയം സൈസിലുള്ളത്, അല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, എന്ന് ഒരുപാട് വലിപ്പമല്ല, അത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബീഡ്സും കൂടെ വരുന്ന സമയത്താണ് കുറച്ചും കൂടെ ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇടുന്നതിനേക്കാളും ഭംഗിയിൽ, അതായത് വാരി വലിച്ചിടാന്നല്ല, പക്ഷെ അത്യാവശ്യം രീതിയിൽ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ടും മറ്റുള്ള ഭാഗത്തായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാവൻഡറിൻ്റെ ആ ഒരു പർപ്പിളിൻ്റെ മേലെ ആ ഒരു വൈറ്റും കൂടെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡൻ ആണെങ്കിൽ ഗോൾഡൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഷുഗർ ബീഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് DM വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിത് ഇതുപോലെയുള്ള ബോട്ടിൽസിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. 3 തിരിക്കുന്ന ഒരു ബോട്ടിൽസാണ് കേട്ടോ. ഇതല്ലാതെ നോർമലി ബോട്ടിൽസ് എയർ ടൈറ്റ് ആയിട്ട് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് നമുക്ക് കേടാവാതിരിക്കും. പിന്നെ ക്വാളിറ്റി ഉള്ള ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒട്ടിപ്പിടിക്കുക, തൊടുന്ന സമയത്ത് കളർ സ്പ്രെഡ് ആകുക, അങ്ങനെയുള്ള ലോക്കൽ ടൈപ്പ് സൈസാണ് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ സമയത്തും ഞാൻ വെയിറ്റ് നോക്കലൊന്നുമില്ല. എങ്കിലും ചില സമയത്ത് പുതിയ കസ്റ്റമർ ആണെങ്കിലും ചില കസ്റ്റമേഴ്സിനും ഞാൻ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റ് ഫോട്ടോസ് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് നമ്മളിലുള്ള ഒരു ട്രസ്റ്റ്, അതായത് 1 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kg തന്നെ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ചില ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് 1.5 kg 1 kg 2 kg ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇതെൻ്റെ കസിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി 1 kg കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വരുന്നത് എൻ്റെ വക ഗിഫ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കസിൻ തന്നെ ആയതുകൊണ്ട് കോഴിക്കോട് നിന്നാണ് കസിൻ വന്നിട്ടുണ്ടായിരുന്നത്. അവളെ കല്യാണം കഴിച്ച് കോഴിക്കോടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പാടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വരുന്ന ടൈം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പാക്കിങ് സമയത്ത് എനിക്ക് ഭയങ്കര നെർവസായി. കാരണം ആൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് തന്നെ വിളിച്ചു തുടങ്ങി. അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്നാണ് നമ്മൾ ആ ഒരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈനിങ് പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ലാഗായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് കസ്റ്റമർ വേറെ ആരും അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എല്ലാം പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ് സെറ്റാക്കി നമ്മൾ ഡെലിവറി ചെയ്തു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് റിഷാസ് റെസിപ്പീസ്. അടുത്ത വീഡിയോ